ആ കലണ്ടർ കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് കൊണ്ടല്ല, ആ രൂപത്തിൽ സംവദിക്കുവാനുള്ള സമയം ഇല്ല എന്നുള്ളതുകൊണ്ട് പണ്ഡിതന്മാരെ പങ്കെടുപ്പിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചർച്ചിന്റെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആ ചർച്ചിന്റെ ഉത്തരവാദിത്വം അതിൽ നിങ്ങളുമായി സംവദിക്കാൻ നിശ്ചിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആളോ ഇതാണെന്നൊന്നുമില്ല, നിങ്ങളുമായി സംവദിക്കാൻ സന്നദ്ധരായ ഏത് ചർച്ചിന്റെയാണ് നിങ്ങൾ ഉത്തരവാദിത്തമുള്ളത്, ഏത് ചർച്ചിൻ്റെതാണ് ആ ചർച്ചിന്റെ ഉത്തരവാദിത്വത്തിൽ എടുത്തിട്ട് വരാം. എങ്കിൽ ബഹ്റൈനിൽ വെച്ചോ കേരളത്തിൽ വെച്ചോ എവിടെ വെച്ചോ നിശ്ചിന്റെ പ്രവർത്തകർ നിങ്ങളുമായി സംവദിക്കാൻ തയ്യാറാണ്. പക്ഷെ അതല്ലാതെ വെറുതെ ഈ വെല്ലുവിളി വ്യായാമം വഴി നിശ്ചിന്റെ പ്രവർത്തകന്മാർ പറയുന്നത് മുഴുവനും അടിസ്ഥാനരഹിതമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ഒരു പുതിയ നാടകം കളി കൊണ്ട് ജോസിന് പ്രത്യേകിച്ചൊന്നും നേടാല്ല. നാളെ പരലോകത്ത് ഞാനും നിങ്ങളും ഹാജരാക്കപ്പെടാനുള്ളത് നമ്മളെല്ലാവരും ആ ബോധ്യം ഉണ്ടാവുക. ജോസിനും എനിക്കും എല്ലാവർക്കും പരലോകത്ത് ഹാജരാക്കപ്പെടാനുള്ളതാണ്. സത്യം എന്ത് എന്ന് പരലോകത്ത് വെച്ച് പടച്ച തമ്പുരാന്റെ കോടതിയിൽ വെച്ച് നമുക്ക് മനസ്സിലാകും, യാതൊരു സംശയമല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ വ്യക്തമാക്കാനുള്ളത്, സുഹൃത്ത് ഇന്നലെ പറഞ്ഞ കാര്യം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ 2 തിങ്കൾ വിവാഹം കഴിക്കാതിരിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന്. അതില്ലേ സുഹൃത്ത് വീട്ടിൽ പോയി നോക്കിയല്ലോ, ഉണ്ട്. ഞാനിപ്പോൾ ബൈബിൾ കൊണ്ടുവന്നേരാണ് അതിന് വേണ്ടി തന്നെ. അതേപോലെ തന്നെ ഇല്ലാന്നാണ് പറഞ്ഞാൽ വല്ല നിർവാഹമുണ്ടോ? ഇല്ല. ഇന്നലെ ജനങ്ങൾ കൂടി നിൽക്കുന്ന പലരും ഉണ്ട്, ഇന്നലെ പങ്കെടുത്ത ആളുകൾ, എല്ലാവർക്കും അറിയാവുന്നത്. അങ്ങനെ ബൈബിളിൽ ഇല്ല എന്നാണ് സുഹൃത്ത് പറഞ്ഞത്. ബൈബിളിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിൽ അതുണ്ട്. സുഹൃത്ത് ഉപയോഗിക്കുന്ന ബൈബിളും കത്തോലിക്കർ ഉപയോഗിക്കുന്ന ബൈബിളും എൻ്റെ കയ്യിലുണ്ട്, മലയാളത്തിൽ ഇറങ്ങിയ 2 ബൈബിളും. അതേപോലെ തന്നെ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പച്ചവെള്ളം വീഞ്ഞാക്കിയതിൽ ലഹരി ഇല്ല എന്നാ പറഞ്ഞത്. ലഹരിയുണ്ട്, അതിനും ബൈബിളിൽ തെളിവുണ്ട്. ഞാനിവിടെ ഹാജരാക്കാൻ സന്നദ്ധമാണ്. അതല്ലാത്ത വർത്തമാനം പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. താങ്കൾ ഡിബേറ്റിന് സന്നദ്ധമാണെങ്കിൽ അതിന് സന്നദ്ധമാവുക, അതിന് തയ്യാറാകുക. അതല്ലാതെ നിങ്ങളെ സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കാൻ സമ്മതിക്കാൻ ഇത്തരം ഒരു വേദിയിൽ സാധ്യമല്ല, അതിന് സമ്മതിക്കാൻ നിർവാഹമല്ല. സുഹൃത്ത് സാന്ദർഭികമായി ഒരു കാര്യം അറിയിക്കുന്നു. ഉപചോദ്യം അനുവദിക്കുന്നതാണ്. തികഞ്ഞ വിമർശനങ്ങൾ തീർച്ചയായും സ്വാഗതാർഹമാണ്. പക്ഷേ വസ്തുനിഷ്ഠവും വിഷയനിബദ്ധവുമായിരിക്കാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സുഹൃത്ത് ജോസിനെയും മറ്റു ശ്രോതാക്കളെ മുഴുവനും അറിയിക്കുന്നു. ബഹ്റൈനിലുള്ള മിക്കവാറും എല്ലാ ചർച്ചുകളുമായും ഞങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ നടക്കുന്ന ഒരാഴ്ചത്തെ പരിപാടിയിൽ വളരെ നേരത്തെ തന്നെ ഏതെങ്കിലും ഒരു ദിവസം എന്തുകൊണ്ട് ഒരാദർശം സത്യപൂർണമാണെങ്കിൽ ഏറ്റവും ശാന്തമായി ഈ രൂപത്തിൽ തയ്യാറാക്കുന്ന ഒരു വേദിയിൽ പങ്കെടുക്കാൻ തക്ക പണ്ഡിതന്മാർ ക്രൈസ്തവ പക്ഷത്ത് ബഹ്റൈനിൽ ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. സുഹൃത്തിന് ഇനിയും അവസരം തരുന്നു. ആ കാര്യം ഇവിടെ അറിയിച്ചു. നാളെ ഞങ്ങൾ പ്രത്യേകമായി ക്ഷണിച്ചിട്ടുണ്ട്. വരുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഏതായിരുന്നാലും ചോദ്യങ്ങൾ ഒരാശയക്കുഴപ്പത്തിൻ്റെയോ മറ്റേതെങ്കിലും അവസ്ഥയിലേക്ക് തിരിച്ചുവിടുന്നതിനു പകരം ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിൽ വസ്തുനിഷ്ഠമായ വിമർശനങ്ങൾ ഉന്നയിക്കാൻ സുഹൃത്തിനെന്നല്ല ഇവിടെ കൂടിയ ഓരോരുത്തർക്കും അവകാശമുണ്ട്. ആ തുറന്ന സന്ദർഭത്തോടെ തന്നെയാണ് അൽഫുർഖാൻ സെന്റർ ഇത്തരം പരിപാടികൾ ഇനിയുള്ള ദിവസങ്ങളിലും ഒരുക്കുന്നത് എന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു. ചോദ്യമുന്നയിക്കും. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച്, ഈ ആളുകളെ വിളിച്ചുള്ള സംവാദത്തെക്കുറിച്ച് പല ആൾക്കാരോടും സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടന അതിനെ അനുവദിക്കുന്നില്ല. തന്നെയല്ല, നമ്മൾ പോയി വിമർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ നമുക്കൊരു വെറുപ്പ് തോന്നും. അതിന്റെ ആവശ്യമില്ല. നമുക്ക് സമാധാനമാണ് ഇഷ്ടം. അവരുടെ 109-ാം അധ്യായം പറയുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം, നീ നിന്റെ വഴിക്ക് പോ, ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കോളാം. അത് തന്നെയാണ് അവരും പറയുന്നത്. ആയുധമെടുത്ത് പോരാടാനും വെറുതെ എന്തിനാ ഈ പൊതുവെ ഞാനിത് കണ്ടിട്ട്, ഈ പരിപാടികളെല്ലാം കണ്ടിട്ട് ആളുകൾ തമ്മിൽ വെറുതെ വെറുപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനിപ്പോൾ എന്തെങ്കിലും ഇപ്പം ഖുർആനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യമായിട്ട് അറിയാം. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മായൻകുട്ടി മാത്രം പരിപാടി കഴിഞ്ഞ് ഞാൻ ആളുകൾ ഇടിച്ചു തള്ളി പോകുമ്പോൾ പലരുടെ വായിൽ നിന്ന് വന്ന് എന്നെ ചാടിച്ച് നിരപ്പാക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം എന്നെ അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, ഞാനൊരു സഹോദരനെ പോലെ ഒരു മാന്യമായി സഹോദരനെ പോലെ കാണുന്ന ഒരു സഹോദരനായിട്ട് തോളിപ്പോവുക. അപ്പൊ അയാൾക്കറിയാം ഇതാണെന്നുള്ളത്. അയാൾ തോണ്ടുകയാണ് മിണ്ടായിരിക്കടാന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ അതുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെയുള്ളവരാരും പോകുന്നില്ല. പിന്നെ നാളെ നിങ്ങൾ വിളിച്ചവരാരും വരുമോ എന്ന് എനിക്കറിയത്തില്ല. ഈ വന്നവർക്കൊന്നും ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ കടൽ പോലുള്ളൊരു സബ്ജക്റ്റാണ്. അത് എല്ലാവർക്കും ഒന്നും ഉൾക്കൊള്ളാനൊക്കെ തോന്നില്ല. അത് ബുദ്ധിമുട്ടാണ്, അത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ വേണമെങ്കിൽ ഇപ്പം യേശു ക്രിസ്തു ഇപ്പം ഇത് രസമുള്ള കാര്യമായി കേൾക്കട്ടെ. ഇത് ഞാനുണ്ടായാലും ഇവിടെ ഒരു ചൂടുണ്ടാവുള്ളൂ.
വളരെ സഹോദരൻ ജോസ് വളരെ ഗൗരവമേറിയ ഒരു ദർശന ചർച്ചയാണ്. ഞാൻ പറയാം, തമാശക്കോ അനാവശ്യമായി വൈകിയ ഈ സമയം ഉപയോഗപ്പെടുത്താനുള്ള വിഷയത്തിലേക്ക് ബൈബിളിലെ യേശു ക്രിസ്തു വീഞ്ഞുണ്ടാക്കി അത് ലഹരി ഉള്ളതാണെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെയുള്ള പല പണ്ഡിതന്മാരോടും, പണ്ഡിതന്മാരെന്ന് പറയണ്ട, ഇവിടെയുള്ള പല ബൈബിൾ ഉപദേശിമാരോടും ഒക്കെ പലരോടും ചോദിച്ചിട്ട് അവർ പറഞ്ഞു അത് വീഞ്ഞല്ല, അത് ലഹരിയല്ല, അത് വേറെ ഇതൊക്കെയാന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ ഒന്നാന്തരം വീഞ്ഞാന്നാ, ഒന്നാന്തരം പട്ടച്ചാരായമാന്നാ. എന്തുകൊണ്ടാണ് ഈ പട്ടച്ചാരായം എന്ന് പറയുന്നത്? അതിന് ഒരു പശ്ചാത്തലമുണ്ട്. എം അക്ബറിന്റെ കാസറ്റ് തന്നെ ഞാൻ പലതും കേട്ടപ്പോഴും പുള്ളി പറയുന്നു ഖുർആന്റെ ഓരോ ആയത്തുകൾ എടുക്കുമ്പോൾ പശ്ചാത്തലം നോക്കണം. അന്ന് പറഞ്ഞ പോലെ പൗലൂസ് പറയുന്നു വിവാഹം, എനിക്ക് ഇച്ചിരി സമയം താ, ഞാൻ ഒരു ആളുകൾ സമയം തരണമെങ്കിൽ അതിന് മറ്റു രീതിയിലുള്ള പരിപാടികളുണ്ട്. ഇത് ചോദ്യോത്തര സന്ദർഭമാണ്. താങ്കൾക്ക് ചോദ്യം ഞാൻ ചോദിക്കാം. ചോദിക്കുന്നതിന് മുമ്പ് വിശദീകരിക്കും. ചോദിക്കുന്നതിന് മുമ്പ് പറയാൻ ഞാൻ പറയാം, ഒരു 5 മിനിറ്റ് താ. ഇത്രയും പേരും എല്ലാവരും ഇവിടെ ഇരുന്നില്ലയോ? ഇപ്പൊ ആരും പെട്ടെന്ന് ചത്തുപോകുന്നവരൊന്നും ഇവിടെ ഒന്നുമില്ല. സംഘാടകരുടെ നിർദ്ദേശം പാലിക്കാൻ ഞാൻ മാനിക്കുന്നു. ബാധ്യസ്ഥനാണ്. 3 മിനിറ്റ് തരിക. ഇപ്പം പൗലൂസ് പറയുന്നു 3 മിനിറ്റ് കൃത്യം അനുവദിക്കുന്നു. 3 മിനിറ്റ് പൗലൂസ് പറയുന്നു കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിൽ പറയുന്നതാണ്. പുള്ളി തന്നെ പറയുന്നു വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. അതൊക്കെ ഒത്തിരി പൗലോസ് തന്നെ വേറെ പറയുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങളൊക്കെ കന്യകമാരെ കുറിച്ചും കന്യക അല്ലാത്തവരെ കുറിച്ചും സ്ത്രീകളെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചും ഭാര്യ. അത് പോട്ടെ, ഈ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് വീഞ്ഞുണ്ടാക്കിയെന്ന് അറിയാവോ? അത് വേണം, അത് മാത്രം എനിക്ക് സമയം തന്നാൽ മതി. യേശുക്രിസ്തു ഒന്നാന്തരം പട്ടച്ചാരായം തന്നെ ഉണ്ടാക്കിയത്. കാരണം വെച്ച് കഴിഞ്ഞാല് യഹൂദന്മാരെ വിഗ്രഹാരാധനയിലോട്ട് നീങ്ങിയപ്പം കാനാവ് എന്ന് പറയുന്ന പ്രദേശത്തിലെ യഹൂദന്മാരെ എന്ത് ചെയ്തു? ഈ വീഞ്ഞുണ്ടാക്കുന്ന ഈ വിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ വീട്ടിലെ വീഞ്ഞ് തീരുമ്പോഴത്തേക്കിന് അവരെന്ത് ചെയ്യും? അവർ ഈ ചെമ്പുകലത്തിന്റെ അത് ഫ്രൂട്ട് എടുത്തുകൊണ്ട് ഈ അമ്പലത്തിൽ കൊണ്ടുവന്നിട്ട് ഈ വിഗ്രഹങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് അത് വീഞ്ഞാക്കി കൊണ്ടുപോകും. അപ്പൊ അവർ വിചാരിച്ച എന്നാന്ന് ചോദിച്ചാൽ ഇതാണ് ഏറ്റവും വലിയ ദൈവം എന്നാ. അവരെ ചെങ്കടൽ കടത്തിക്കൊണ്ടുവന്ന ജീവനുള്ള ദൈവത്തെ അവരങ്ങ് മറന്നു. ഈ വീഞ്ഞുണ്ടാക്കി തരുന്ന ദൈവമാണ് ഏറ്റവും വലിയ ദൈവം എന്നാണ് ആ കാലത്തുള്ള കാനാവിലുള്ള യഹൂദന്മാർ മനസ്സിലാക്കിയത്. അപ്പൊ എന്ത് യേശുക്രിസ്തു അവിടെ ചെന്ന് പുള്ളി നല്ല വീഞ്ഞൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് അത്രയും പറഞ്ഞപ്പോൾ യോഹന്നാൻ അവിടെ അങ്ങ് പരിപാടി നിർത്തുക. ഇത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ആളുകൾ ചോദിച്ചു, ഇത് എവിടെ നിന്നാടാ നിനക്ക് ഈ ശിവാശ്രകാള് കിട്ടിയെന്ന് യേശുവിനോട് ചോദിച്ചു. അപ്പൊ യേശു പറഞ്ഞു, ഇത് നിങ്ങൾ വിചാരിക്കുന്ന ദൈവമല്ല, ഇതിലും വലിയൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യേശു പ്രബോധനം നടത്തി. ഒത്തിരി യഹൂദന്മാരെ എന്ത് ചെയ്തു? ഈ ജീവനുള്ള ദൈവത്തിന്റെ അടുത്തോട്ട് യേശുക്രിസ്തു പ്രേരിപ്പിച്ചു. അത്രയുള്ള എനിക്ക് പറയാനുണ്ട്. ഇനി ഒത്തിരി പറയാനുണ്ട് സംഭവങ്ങൾ. അതിനൊക്കെ ഓരോ പശ്ചാത്തലങ്ങളുണ്ട്. ഞാനൊരു പണ്ഡിതനോ ഒരു പ്രസംഗികനൊന്നും അല്ല. നല്ല പ്രസംഗനായിരുന്നു, നല്ല രീതിയിൽ നിങ്ങൾ സംസാരിച്ചേനെ. ഒന്നുമില്ല, ദയവായിട്ട് ക്ഷമിക്കണം. സുഹൃത്ത് ജോസ് സത്യം മനസ്സിലാക്കുവാൻ സന്നദ്ധമാകണം എന്ന് മാത്രമാണ് മറ്റു സുഹൃത്തുക്കളോട് പറയാനുള്ളത് പോലെ എനിക്ക് പറയാനുള്ളത്. എന്താന്ന് വെച്ചാൽ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെതായ കുറേ ആശയങ്ങൾ അതിങ്ങനെ പറയാനും വേണ്ടി ശ്രമിക്കുന്നു. അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി യാതൊരു സോഴ്സുമില്ല. യേശു ക്രിസ്തു കാനായിലെ കല്യാണ വിരുന്നിലേക്ക് വരുന്നു. ആ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റുന്നു. സുഹൃത്ത് പറഞ്ഞ പോലെ പട്ടച്ചാരായമാക്കുന്നു. എന്താ കാരണം? സുഹൃത്തിന്റെ വീക്ഷണത്തിൽ യഹൂദന്മാർ അന്ന് വിഗ്രഹങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് ആ വീഞ്ഞാക്കി മാറ്റുമായിരുന്നു. അപ്പോൾ ദൈവികമായ വിഗ്രഹങ്ങളുടെ കഴിവാണെന്ന് വിചാരിച്ചു. ആ കഴിവ് വിഗ്രഹങ്ങളുടേതല്ല എന്ന് വരുത്താൻ വേണ്ടി യേശു തന്നെ ആ അധർമ്മം പ്രവർത്തിച്ചു എന്നാണ്. ഇതൊരു അധർമ്മമാണ് എന്ന് അംഗീകരിക്കുന്നുവെങ്കിൽ ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം അതാണ്. യേശു ക്രിസ്തു ഇന്ത്യയിലേക്ക് വരാഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പല ദൈവങ്ങളുടെയും ഭയങ്കരമായ അവരുടെ ആ കഴിവായി വാഴ്ത്തുന്നത് അവർക്ക് ഒരുപാട് സ്ത്രീകളുമായി ബന്ധപ്പെടാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. യേശു ക്രിസ്തു സുഹൃത്തിന്റെ വീക്ഷണത്തിന് ഇന്ത്യയിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്നുവെങ്കിൽ താൻ അതിനേക്കാൾ വലിയ ദിവ്യനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ചിലപ്പോൾ, ഞാൻ പറയുന്നില്ല യേശുവിനെ കുറിച്ച് നഊദുബില്ല, എനിക്ക് പറയാൻ സാധ്യമല്ല. സുഹൃത്തെ, ഒരു പ്രവാചകൻ, ഒരു ദൈവദൂതൻ ഒരിക്കലും ധർമ്മത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകൂല. അത് അത്ഭുതം കാണിക്കാനാണെങ്കിലും അത്ഭുതം കാണിക്കാനല്ലെങ്കിലും. യേശു ക്രിസ്തു അത്ഭുതം കാണിക്കാൻ വേണ്ടി ഒരു അധർമ്മം പ്രവർത്തിച്ചു എന്നാണോ? മദ്യം തെറ്റാണെങ്കിൽ, സുഹൃത്ത് ഇന്നലെ പറഞ്ഞല്ലോ, സുഹൃത്തിന് ഈ ബൈബിൾ മനസ്സിലേക്ക് വന്നതോടുകൂടി മദ്യത്തിൽ നിന്ന് സുഹൃത്ത് രക്ഷപ്പെട്ടു എന്ന്. അപ്പോൾ മദ്യം തെറ്റാണ്, പാപമാണെന്ന് സുഹൃത്ത് അംഗീകരിക്കുന്നു. മദ്യം പാപമാണെങ്കിൽ
ആ പാപം ഒരു അത്ഭുതത്തിന് വേണ്ടി, മറ്റുള്ളവരെക്കാൾ അത്ഭുതം ചെയ്യുന്ന വരുത്താൻ വേണ്ടി, വിഗ്രഹാരാധന തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആ ഒരു പാപം ഒരിക്കലും യേശു ക്രിസ്തു ചെയ്യൂല. യേശു ചെയ്യാൻ സാധ്യതയില്ല. യേശു വെങ്ങാനും ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ബൈബിളിലെ സംഹിത സുവിശേഷങ്ങൾ, 3 സുവിശേഷങ്ങൾ നമ്മൾ മനസ്സിലാക്കണത്. സംഹിത സുവിശേഷങ്ങൾ ആദ്യമായി എഴുതിയ മർക്കോസിന്റെ സുവിശേഷം അറിഞ്ഞിട്ടില്ല ഈ അത്ഭുതം, യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം. രണ്ടാമതായി എഴുതപ്പെട്ട മത്തായിയുടെ സുവിശേഷം അറിഞ്ഞിട്ടില്ല യേശു ചെയ്ത ഈ അത്ഭുതം. മൂന്നാമതായി എഴുതപ്പെട്ട ലൂക്കോസിന്റെ സുവിശേഷം, അതും യേശു ചെയ്ത ഈ അത്ഭുതം അറിഞ്ഞിട്ടില്ല. പിന്നെയോ യോഹന്നാന്റെ സുവിശേഷം, യേശുവിന് ശേഷം 80 കൊല്ലങ്ങളെങ്കിലും കഴിഞ്ഞ് എഴുതപ്പെട്ട യോഹന്നാന്റെ സുവിശേഷം. ആ യോഹന്നാന്റെ സുവിശേഷമായപ്പോഴേക്ക് ക്രൈസ്തവ സമൂഹത്തിൽ മദ്യം അനുവദനീയമാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഗ്രീക്ക് റോമൻ നാഗരികതകളുമായി ബന്ധപ്പെട്ടതിന്റെ പേരിൽ പൗലോസിന്റെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ തിന്മകൾ ക്രൈസ്തവ സമൂഹത്തിലേക്ക്, ക്രിസ്തുവിന്റെ സമൂഹത്തിലേക്ക് കടന്നു വരാൻ ആരംഭിച്ചിരുന്നു. ആ കടന്നുവരലിന്റെ ഭാഗമാണ് യേശുവിൽ തന്നെ മദ്യം നിർമ്മിക്കുക എന്ന പ്രവർത്തനം ആരോപിച്ച് അത്ഭുതമുണ്ടാക്കിയതിന്റെ കാരണം. അതല്ലാതെ യേശു ക്രിസ്തു വിഗ്രഹാരാധന തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള അത്ഭുതമല്ല. അങ്ങനെയാണെങ്കിൽ വിഗ്രഹത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന എല്ലാ തിന്മകളും, ആ തിന്മകൾ അതേപോലെ അതിനേക്കാൾ ഉഷാറാക്കി പ്രവർത്തിച്ചിട്ട് പ്രവാചകന്മാർ കാണിച്ചു കൊടുത്തു എന്നോ ദൈവദൂതന്മാർ കാണിച്ചു കൊടുത്തു എന്നോ പറയേണ്ടി വരും. അങ്ങനെ സംഭവിച്ചിട്ടില്ല. മറിച്ച് എന്താ ചെയ്തത്? ദൈവദൂതന്മാർ നന്മയിൽ അധിഷ്ഠിതമായ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആ അത്ഭുതങ്ങൾ കാണിച്ചു, അങ്ങനെ ജനങ്ങളെ സത്യമാർഗത്തിലൂടെ നയിച്ചു. അതല്ലാതെ അധർമ്മം ചെയ്തിട്ടല്ല, അധർമ്മത്തിൽ അധിഷ്ഠിതമായ അത്ഭുതങ്ങൾ കാണിച്ചിട്ടല്ല. ഇതാണ് ഓരോ രംഗത്തും നമുക്ക് കാണാൻ കഴിയുക. പിന്നെ ബൈബിളിലായിരുന്നാലും ഖുർആനിലായിരുന്നാലും എന്തിനും പശ്ചാത്തലം ഉണ്ടാവും, സംശയമൊന്നുമില്ല. പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ പശ്ചാത്തലം നമ്മൾ പറയുന്നതല്ല, ആ ഗ്രന്ഥങ്ങളിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടതോ ആ ഗ്രന്ഥം രേഖപ്പെടുത്തിയ ആളുകൾ രേഖപ്പെടുത്തിയതോ ആയ കാര്യങ്ങളാണ്. നമ്മൾക്ക് തോന്നിയ ഒരു പശ്ചാത്തലത്തിലേക്ക് ഓരോന്നിനെയും കൊണ്ടുപോകല്ല ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, കൃത്യമായി ദൈവികമായ മാർഗദർശനമാണ് നമ്മൾ പിൻപറ്റുന്നതെങ്കിൽ, ആ ദൈവിക മാർഗദർശനം പിൻപറ്റുന്നവർക്ക് പടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗലോകത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ച ആളുകളിൽ നാം ഉൾപ്പെടണമെങ്കിൽ തീർച്ചയായും നാം നമ്മുടെ ജീവിതത്തെ ദൈവികമെന്നുറപ്പുള്ള പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കുവാൻ സന്നദ്ധമാകണം. വിനീതമായി എനിക്കെന്റെ സുഹൃത്തിനോട് പറയാനുള്ളത്, പഠനത്തിന് വിധേയമാക്കണം എന്നാണ്. ഖുർആനിലെ 3-ാം അധ്യായത്തിലെ 42-ാമത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിലും 4-ാം അധ്യായത്തിലെ 171-ാമത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിലും സുഹൃത്ത് പറഞ്ഞത് യേശു ദൈവമാണ് എന്ന്, ദൈവപുത്രനാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്നതാണ്. അവിടെയാണ് സുഹൃത്തിന് തെറ്റുപറ്റുന്നത്. ഖുർആനിനെ സക്കറിയ പുത്രൂസ് എഴുതിയ ഗോഡ് ഈസ് വൺ ഇൻ ഹോളി ട്രിനിറ്റി എന്ന പുസ്തകത്തിലൂടെയല്ല പഠിക്കേണ്ടത്. ഖുർആനിനെ റവറന്റ് അലവി എഴുതിയ ദൈവത്തിന് പുത്രനോ എന്ന പുസ്തകത്തിലൂടെയുമല്ല പഠിക്കേണ്ടത്. ഖുർആനിലെ 3-ാം അധ്യായത്തിലെ 42-ാമത്തെ വചനത്തിൽ എവിടെയും യേശു ദൈവപുത്രനാണ് എന്നോ ദൈവത്തിന്റെ അംശമുള്ളവരാണ് എന്നോ ഉള്ള പരാമർശം കാണാൻ സാധ്യമല്ല തന്നെ. യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന വചനങ്ങളാണ് ആ വചനങ്ങളിൽ മുഴുവനും. അതേപോലെ തന്നെ 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 171-ാമത്തെ വചനത്തിലും വിശദീകരിക്കുവാൻ സമയം അനുവദിക്കുന്നില്ല. സൂറത്ത് നിസായിലെ 171-ാമത്തെ വചനം സുഹൃത്ത് പറഞ്ഞ വചനം ഉണ്ടല്ലോ, തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്നറിയാമോ? യാ അഹ്ലൽ കിതാബ് ലാ തഅലു ഫീ ദീനകും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ് ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയമ റസൂലുള്ളാഹി വകലിമതുഹു അൽഖാഹു ഇലാ മറിയം വറൂഹും മിൻഹു വലാ തഖൂലു സലാസ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ്? വളരെ വിശദമായ വചനമാണ്. എന്ത് വേദക്കാരെ, നിങ്ങൾ മതത്തിന്റെ വിഷയത്തിൽ അതിരുകവിയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് മതത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അതിര് കവിയരുത്. നിങ്ങൾ ഈസാ ഇബ്നു മറിയം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു വചനവും അതേപോലെ തന്നെ പടച്ചതമ്പുരാനിൽ നിന്നുള്ള ഒരാത്മാവും ദൈവത്തിന്റെ ഒരു പ്രവാചകനും മാത്രമാണ്. മറിച്ച് അദ്ദേഹം ദൈവമല്ല, അദ്ദേഹം ട്രിനിറ്റി എന്ന് നിങ്ങൾ പറയരുതേ എന്നാണ്.
ട്രിനിറ്റി വലാ തഖൂലു സലാസ ഇൻതഹു ഖൈറൻ ലക്കും. നിങ്ങൾ ഒരിക്കലും ട്രിനിറ്റി എന്ന് പറയരുത്, നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിനെ സുഹൃത്ത് വായിച്ച ഗോഡ് ഈസ് വൺ ഇൻ ഹോളി ട്രിനിറ്റി എന്ന പുസ്തകത്തിൽ ത്രിത്വത്തിനുള്ള ഖുർആനിൽ നിന്നുള്ള തെളിവായിട്ടാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. ത്രിത്വത്തിന് എതിരിൽ ഖുർആൻ പറയുന്ന ആകെ 2 വചനങ്ങളുള്ളൂ. അത് 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 171-ാമത്തെ വചനവും 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 73-ാമത്തെ വചനവുമാണ്. ഇതിൽ ത്രിത്വത്തിനെതിരെ പരിശുദ്ധ ഖുർആൻ പറയുന്ന വചനം, ഖുർആൻ ത്രിത്വത്തെ വിമർശിക്കുന്ന വചനം, ത്രിത്വത്തിനുള്ള ഖുർആനിന്റെ സാക്ഷ്യം എന്ന സബ് ഹെഡിങ്ങിന്റെ കീഴെ അറബി മൂലത്തോടു കൂടി കൊടുക്കാൻ മതപ്രബോധനം എന്നാൽ ചതിയും വഞ്ചനയും സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ടുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളും നൽകുക വഴി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തേണ്ടതാണ് എന്ന് വിചാരിക്കുന്നവർക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ഇവിടെ ഉദ്ധരിച്ച ബൈബിളിലെ ഉദ്ധരണികളിൽ ഏതെങ്കിലും ബൈബിളിലില്ല എന്നോ ആ ഉദ്ധരണിക്ക് അർത്ഥമില്ല എന്നോ തെളിയിക്കുവാൻ സന്നദ്ധമാണെങ്കിൽ ആ ഉദ്ധരണി ഉപയോഗിക്കുന്നത് നിർത്താൻ ഞാൻ സന്നദ്ധനാണ് എന്നറിയിക്കുകയാണ്. സാധ്യമല്ല, വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഉദ്ധരിക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്ധരണിക്ക് ആ അർത്ഥമല്ലയുള്ളത് എന്ന് സ്ഥാപിക്കാൻ, വസ്തുനിഷ്ഠമായി സ്ഥാപിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. പിന്നെ വെറുതെ അതങ്ങനെയല്ല, അത് ഇവിടെ നിന്നുള്ളതല്ല, അത് അവിടെ നിന്നെടുത്തതല്ല, അതിന് ആ സന്ദർഭമല്ല എന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ് എന്ന് പഠിക്കാൻ സുഹൃത്ത് സന്നദ്ധമാകണമെന്നാണ്. ഖുർആൻ ഒന്ന് വായിച്ചു നോക്കുക, പഠിക്കുക, മനസ്സിലാക്കിയിട്ട് വിമർശിക്കുക. വിമർശിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ല. സുഹൃത്ത് പറഞ്ഞതുപോലെ വിമർശിച്ചാൽ മുസ്ലിങ്ങൾക്ക് ആ രൂപത്തിലുള്ള വെറുപ്പില്ല. വെറുപ്പ് എന്ന് പറയുന്നത് സുഹൃത്തിന്റെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഈ പ്രോഗ്രാമിനെയുമെല്ലാം കാണുന്ന ആ സുഹൃത്തിന്റെ അവതരണത്തിന്റെ രീതിയോട് സ്വാഭാവികമായിട്ടും ആർക്കും വെറുപ്പ് തോന്നിപ്പോകും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വസ്തുനിഷ്ഠമായി ദാർശനികമായ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് സുഹൃത്ത് നീറ്റ് നിന്നിട്ട് യാതൊരു തലും വാലുമില്ലാതെ അത് തെറ്റ്, ഇത് തെറ്റ്, എല്ലാം തെറ്റ്, ഉദ്ധരിക്കണത് തെറ്റ്, മറ്റേ തെറ്റ്, എന്നാൽ ഉദ്ധരിക്കണത് ശരി എടുത്തു പറയുമ്പോൾ അതിനൊട്ട് എതിരൊന്നും പറയാനുമില്ല. പിന്നെ എന്തർത്ഥമുള്ള വർത്താനത്? ആളുകൾക്ക് തെറ്റിദ്ധരിക്കൂലേ? ആളുകൾ സ്വാഭാവികമായും വെറുപ്പ് തോന്നും. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് സുഹൃത്ത് ചെയ്യേണ്ടത് കേരളത്തിൽ ഇവിടെ നിയമമെല്ലാം ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നെല്ലാം പറയാം. പക്ഷേ ആ നിയമം എല്ലാം ഉണ്ടായിട്ട് നിയമപരമായി അംഗീകരിക്കപ്പെട്ട ഒരു സംഘടനയുടെ പേരിലാണ് നമ്മൾ ഇവിടുത്തെ പ്രവർത്തകർ ക്ഷണിച്ചതും പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞതല്ലോ. വേണ്ട, നിയമമില്ലാത്ത സുഹൃത്ത് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന കാസറ്റുകളുടെ പുസ്തകത്തിന്റെ കർത്താക്കളുണ്ടല്ലോ, തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയും അതേപോലെ തന്നെ സുഹൃത്ത് നില പറഞ്ഞ ഡോക്ടർ ജോൺസൺ ഫിലിപ്പെല്ലാം ഒരു പൊതുവേദിയിൽ വെച്ച് ആളുകൾ വിഷയം അവതരിപ്പിക്കട്ടെ, അവർ വിഷയം അവതരിപ്പിക്കട്ടെ. ജനങ്ങൾ, ഓഡിയൻസ്, അവരാണ് കാര്യം തീരുമാനിക്കേണ്ടത്. അവർ ചോദ്യം ചോദിക്കട്ടെ, ആ ചോദ്യത്തിന് 2 കൂട്ടരും മറുപടി പറയട്ടെ. ആ രൂപത്തിലുള്ളൊരു സംവാദത്തിന് അവരോട് സന്നദ്ധമാകാൻ പറയാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കാസറ്റുകൾ കാണാമല്ലോ. ഇവിടെ ആരും ആരുടെ മേലും ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല. നമുക്ക് ആർക്കുമുള്ള കഴിവുകളിൽ നമുക്ക് വിശ്വാസമല്ല. പക്ഷേ പരിശുദ്ധ ഖുർആനിന്റെ കഴിവിൽ നമുക്ക് വിശ്വാസമുണ്ട്. ഖുർആനിനെ കുറിച്ച്, ഖുർആനിലൂടെയുള്ള ദൈവികമായ വെളിച്ചത്തെക്കുറിച്ച് പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വചനത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്തു തൗബയിലെ 32, 33 വചനങ്ങളിൽ ദൈവം തമ്പുരാൻ പറയുന്ന കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അവർ ദൈവികമായ പ്രകാശത്തെ ഊതിക്കെടുത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു, അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു. പക്ഷേ കാഫിറുകൾ, സത്യനിഷേധികൾ എത്ര വെറുത്താലും അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അവനാണ് സത്യമതവും സന്മാർഗ ദർശനവുമായി പ്രവാചകനെ അയച്ചിട്ടുള്ളത്. ആ സത്യമതം സകല മതങ്ങളെയും സകല ദർശനങ്ങളെയും അതിജയിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ആ മുശ്രിക്കുകൾ, ബഹുദൈവ ആരാധകന്മാർ എത്ര തന്നെ വെറുത്താലും ശരി, അതേ ഈ ആദർശം സകല ദർശനങ്ങളെയും സകല ആദർശങ്ങളെയും അതിജീവിക്കുക തന്നെ ചെയ്യും. അതാരുടെയെങ്കിലും വ്യക്തിപരമായ കഴിവ് കൊണ്ടോ വ്യക്തിപരമായ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടായ്മകളുടെ പ്രവർത്തനം കൊണ്ടോ അല്ല, ഈ ആദർശത്തിന്റെ ഔജ്ജല്യം കൊണ്ടാണ്. ആ ആദർശത്തിന്റെ ദൈവികമായ പ്രകാശത്തിന്റെ മുന്നിൽ സകല മനുഷ്യ നിർമ്മിതമായ
ദർശനങ്ങളും മതങ്ങളും കരിഞ്ഞു പോവുക തന്നെ ചെയ്യും ആദർശപരമായ പ്രകാശത്തിന് മുന്നിൽ. അതിനു മുന്നിൽ കരിമ്പടം പുകതച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ കരിമ്പടത്തെ പോലും കരിച്ചു കളയുന്നതാണ് ഈ ദൈവിക പ്രകാശം. അത് മനസ്സിലാക്കുവാൻ സുഹൃത്ത് ഖുർആൻ ഒന്ന് വാടിച്ചാൽ മനസ്സിലാകും എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. സഹോദരന്മാരെ, ഇതേപോലെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ. ഈ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, വിശേഷിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത മുസ്ലിം സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരുവാൻ വേണ്ടിയാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് കൊണ്ട്, എൻ്റെ ജനനം സത്യമാണെങ്കിൽ, എൻ്റെ ജീവിതം ഒരു സത്യമാണെങ്കിൽ, എൻ്റെ മരണം ഒരു സത്യമാകുമെങ്കിൽ തീർച്ചയായും മരണത്തിന് ശേഷം ജീവിതം എന്നത് ഒരു പൂർണ്ണമായ സത്യമാണ്. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും പടച്ച തമ്പുരാന്റെ കോടതിയിൽ നാളെ ഹാജരാക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അവിടെ ഹാജരാക്കപ്പെടുമ്പോൾ സുഹൃത്തുക്കളെ, ഈ സന്ദേശം എത്തിക്കുവാൻ, ഈ സന്ദേശവുമായി, സത്യപഥവുമായി നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ എന്ന് തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾ പരമാവധി പരിശ്രമിച്ചിരിക്കുന്നു. അതിന് നിങ്ങൾ സാക്ഷിയാണ്, പടച്ചതമ്പുരാൻ സാക്ഷിയാണ്. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാം, മനസ്സിലാക്കാം. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ അൽ ഫുർഖാൻ സെന്റർ ഏർപ്പെടുത്താൻ ഏറ്റിട്ടുണ്ട്. നാട്ടിൽ നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകന്മാർ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാൻ പ്രതിജ്ഞാബദ്ധമാണ്. നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഓഫീസ് എറണാകുളത്താണ്. ആ ഓഫീസുമായോ അതല്ലെങ്കിൽ കോഴിക്കോടോ തിരുവനന്തപുരത്തോ പെരിന്തൽമണ്ണയിലോ തിരൂരിലോ ഉള്ള കേന്ദ്രങ്ങളുമായോ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക്. മറ്റൊരു കാര്യം, അതേപോലെ തന്നെ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉള്ള ഒരുപാട് സംശയങ്ങൾ ഇസ്ലാമിനെ കുറിച്ച്, വിശേഷിച്ച് ഇസ്ലാമിനെ വിമർശിക്കുവാൻ വേണ്ടി തന്നെ കച്ചകെട്ടിയിറങ്ങിയിട്ടുള്ള ഒരുപാട് ഈ സത്യാദർശത്തിന്റെ ശത്രുക്കൾ സ്ഥിതി ചെയ്യുന്ന കാലഘട്ടത്തിൽ ആളുകൾക്ക് ഈ ആദർശത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളും തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്ന സമയത്ത് ഈ സത്യസന്ദേശത്തെ ജനങ്ങൾക്ക് മുന്നിൽ അതേപോലെ അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് നാം. ആ ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ നാം സന്നദ്ധരാകുക. ഈ ഉത്തരവാദിത്തത്തിന്റെ നിർവഹണത്തിന്റെ രംഗത്ത് നിച്ച് ഓഫ് ട്രൂത്ത് ചെറിയ തോതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, വിനീതമായ കാൽവെപ്പുകളുമായി. ആ രംഗത്ത് ഒരു പുതിയ സംരംഭം നിച്ച് ഓഫ് ട്രൂത്ത് ആരംഭിച്ചതാണ് സ്നേഹസംവാദം എന്ന മാസിക. ഈ സ്നേഹസംവാദം മാസിക ആരംഭിക്കുവാൻ പ്രത്യേകമായ കാരണങ്ങളുണ്ട്. ഒരുപാട് മാസികകൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനുണ്ട്. ആ മാസികകൾക്കെല്ലാം അതിൻ്റെതായ പ്രസക്തികളും ഉണ്ടായിരിക്കാം. പക്ഷേ സ്നേഹസംവാദം ഒരു പ്രത്യേകമായ ലക്ഷ്യത്തിനു വേണ്ടി വ്യതിരിക്തമായി തന്നെ നിലനിൽക്കുന്ന ഒരു മാസികയാണ്. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി മാത്രമായി ഒരു ആനുകാലികം എന്ന തലക്കെട്ടോടുകൂടി ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി പ്രത്യേകമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, വിശേഷിച്ചും മാധ്യമങ്ങളിലൂടെ, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ, ആനുകാലികങ്ങളിലൂടെയെല്ലാം ഇസ്ലാമിനെ തമസ്കരിക്കുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും ഇസ്ലാമികമായ ആദർശങ്ങളെ വിമർശിക്കുവാനും വേണ്ടി തന്നെ കോളങ്ങളും പ്രത്യേകമായ പങ്ക്തികളുമെല്ലാം ആരംഭിച്ചിട്ടുള്ള സാഹചര്യത്തിൽ എന്താണ്, അതേപോലെ തന്നെ ഇന്റർനെറ്റിനെ പോലെയുള്ള ഇൻഫർമേഷൻ ഹൈവേകളിലൂടെ ഇസ്ലാമിനെ വിമർശിക്കുവാൻ വേണ്ടി മാത്രമായി തന്നെ സിദ്ധവൈഭവമുള്ള ബുദ്ധികളുടെ നേതൃത്വത്തിൽ സൈറ്റുകൾ ആരംഭിച്ചിട്ടുള്ള സന്ദർഭത്തിൽ പുതിയ പുതിയ വിമർശനങ്ങളും പുതിയ തമസ്കരണങ്ങളും നടത്തുവാൻ വേണ്ടി ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് വിമർശനം ഏത് ആനുകാലികത്തിൽ കടന്നു വന്നാലും ആ വിമർശനങ്ങൾക്ക് വസ്തുനിഷ്ഠമായി അതോടൊപ്പം തന്നെ പ്രമാണനിബദ്ധമായി പ്രതികരിക്കുവാൻ വേണ്ടി, ആ വിമർശനങ്ങളുടെ മൂലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനുള്ള മറുപടി കണ്ടെത്തുവാൻ വേണ്ടി, അതോടൊപ്പം തന്നെ ഇസ്ലാമിനെ ശാസ്ത്രീയമായി കൃത്യമായി അവതരിപ്പിക്കുവാൻ വേണ്ടി, അതോടൊപ്പം തന്നെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിലവിലുള്ള നേരിടുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് പഠിച്ച് ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരസ്പരം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, ഇതിനെല്ലാം വേണ്ടിയാണ് സ്നേഹസംവാദ പദ മാസിക ആരംഭിച്ചിട്ടുള്ളത്. ആ മാസിക ഈ കൂട്ടായ്മയിൽ, ഇസ്ലാമിക പ്രബോധനത്തിന്റെ കൂട്ടായ്മയിൽ അംഗമാകണമെന്നുള്ളവർ ആ മാസികയുമായി സഹകരിക്കുക. ഇവിടെ അൽ ഫുർഖാൻ സെന്ററുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നാട്ടിലെ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സഹോദരന്മാരും നിങ്ങൾ അടുത്ത തലമുറയിലെ ആളുകളുമായിട്ടുള്ള ആളുകളെ ഈ രംഗത്ത് സജ്ജരാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഈ രംഗത്ത് സായുധരാക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി ഇത് വായിപ്പിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് നിങ്ങളുടെ നാട്ടിലെ സുഹൃത്തിന് വേണ്ടി മാസിക സ്പോൺസർ ചെയ്യാൻ ഒരു ബഹ്റൈൻ ദിനാറാണ് വരിക. ആ ബഹ്റൈൻ ദിനാർ നൽകിയാൽ നിങ്ങൾ നൽകുന്ന വിലാസത്തിൽ ഈ മാസിക
നാം എത്തിച്ചു കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ കേരളത്തിലെ 10,000-ഓളം വരുന്ന പൊതു വായനശാലകളിലേക്ക്, മുഴുവൻ വായനശാലകളിലേക്കും ഈ മാസിക സൗജന്യമായി അയച്ചു കൊടുക്കുവാൻ നിച്ച് ഓഫ് ട്രൂത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ സൗജന്യമായി അയച്ചു കൊടുത്താൽ അവിടെയുള്ള വായനക്കാരായ നൂറുകണക്കിന് ആളുകൾക്ക് ഈ സന്ദേശം എത്തിക്കുവാൻ, അവരുടെ മനസ്സുകൾക്കകത്ത് ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ നീക്കുവാൻ, അങ്ങനെ സത്യമതത്തിന്റെ പ്രകാശം അവരുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾക്കകത്തേക്ക് സന്നിവേശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ 10,000-ഓളം വായനശാലകളിലേക്ക് അയക്കുവാൻ വേണ്ടിയുള്ള യജ്ഞത്തിൽ നിങ്ങൾക്ക് പങ്കാളികളാകുവാൻ ആഗ്രഹപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം. ഒരു വായനശാലക്ക് അയക്കുവാൻ ഒരു ബീഡിയാണ്, ഒരു ബഹ്റൈൻ ദിനാറാണ് ഒരു വർഷത്തേക്ക് അയക്കുവാൻ വേണ്ടി വരിക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു വായനശാലയിലേക്കോ അതല്ലെങ്കിൽ 2 വായനശാലകളിലേക്കോ 5, 10, 100 ഇങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ വായനശാലകളിലേക്ക് നിങ്ങൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ സ്പോൺസർഷിപ്പിൽ, നിങ്ങളുടെ ചിലവിൽ ഈ വായനശാലകളിലേക്ക് ഈ സ്നേഹസംവാദം എത്തിക്കുവാൻ നമുക്ക് സാധിക്കുകയും അങ്ങനെ അവിടെ ഉണ്ടാകുന്ന ആ വായനക്കാരിലുണ്ടാകുന്ന വെളിച്ചത്തിനും മാറ്റത്തിനും നിങ്ങളുടെ കൂടി പങ്കാളിത്തം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് അനിവാര്യമാണ് എന്ന് തോന്നുമെങ്കിൽ, ഇതൊരാവശ്യമാണ് എന്ന് തോന്നുമെങ്കിൽ അതിലും നിങ്ങൾ സഹകരിക്കുക. ഒപ്പം തന്നെ നിങ്ങളോട് എല്ലാവരോടും സൂചിപ്പിക്കുവാനുള്ളത്, എല്ലാവർക്കും സഹകരിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ഈ കൂട്ടായ്മക്ക് വേണ്ടി, ഈ ആദർശ കൂട്ടായ്മക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നതാണ്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മക്ക് വേണ്ടി, അതിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി, പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പെട്ട് തളരാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പടച്ച തമ്പുരാനെ, ഞങ്ങളെ എല്ലാവരെയും നാളെ നിന്റെ അനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ മനസ്സുകൾക്കകത്ത് അഹങ്കാരവും ലോകമാന്യവും അസൂയയും കടന്നുകൂടി ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ മുഴുവനും നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാക്കി തീരുന്ന രൂപത്തിലുള്ള ആളുകളിൽ, നഷ്ടക്കാരിൽ ഞങ്ങളെ ആരെയും നീ ഉൾപ്പെടുത്തല്ലേ തമ്പുരാനെ. നാഥ, ഞങ്ങളെ എല്ലാവരെയും നീ നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കണമേ തമ്പുരാനെ. ഞങ്ങളെ നീ സ്വർഗത്തിൽ നിന്റെ അനുഗ്രഹിക്കപ്പെട്ട ആളുകളുടെ കൂടെ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ തമ്പുരാനെ. നാഥ, ഈ പ്രവർത്തനങ്ങൾ വഴി നൂറുകണക്കിന് ആളുകൾക്ക് വെളിച്ചം പകരുവാനും അങ്ങനെ ആ വെളിച്ചത്തിലേക്ക് ആളുകളെ നയിക്കുവാനുള്ള നിമിത്തമാകുവാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നാഥ, ഈ ഇസ്ലാമിക പ്രവർത്തന പ്രബോധന രംഗത്ത് നേരിടുന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും വിശ്വാസത്തോടുകൂടി നിന്റെ പ്രവാചകന്റെ പാതയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അതോടൊപ്പം തന്നെ ആത്മാർത്ഥതയോടുകൂടി മുന്നേറുവാൻ ആ രംഗത്ത് ഒരു നിലക്കുമുള്ള വിട്ടുവീഴ്ചക്ക് തയ്യാറല്ലാതെ മുന്നേറുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഇസ്ലാമിക പ്രബോധന രംഗത്ത് അനുഭവപ്പെടുന്ന ശത്രുക്കളുടെയും മിത്രങ്ങളുടെയും അടുത്ത് നിന്ന് അനുഭവപ്പെടുന്ന സകല ശത്രുതകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തും ഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നന്ദി പ്രകാശനത്തിന് പ്രോഗ്രാം കൺവീനർ PK വീരാബു സാഹിബിനെ ക്ഷണിക്കുന്നു. സഹോദരന്മാരെ, നാളെയും മറ്റന്നാളും പരിപാടികൾ ഇരിക്കുന്നു. നാളെ കൃത്യം 8 മണിക്ക് തുടങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം പരിപാടി സ്വാഭാവികമായും നീളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 8 മണിക്ക് തന്നെ കൃത്യമായി തുടങ്ങുന്നതാണ്. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആ സമയത്ത് തന്നെ എത്തണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. നന്ദി പ്രകാശനത്തിന് ബീരാബു സാഹിബ്. ബഹുമാനപ്പെട്ട കേരളത്തിൽ നിന്നും ഹ്രസ്വമായ വിസിറ്റിനിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിച്ച് ട്രൂത്ത്സിന്റെ ഡയറക്ടർ M. മുഹമ്മദ് അക്ബർ സാഹിബ് അവർകളെ, മസ്ജിദുൽ ഫുർഖാന്റെ മലയാളം വിങ്ങിന്റെ സെക്രട്ടറി സൈഫുള്ള സാഹിബ് അവർകളെ, നമ്മുടെ പ്രിയങ്കരായ ഉസ്താദ്മാർ മുഹിയുദ്ദീൻ ഉമരി സാഹിബ്, ശേഷം നമ്മുടെ ഷംസുദ്ദീൻ പാലത്ത് അവർകൾ, എല്ലാവർക്കും ആദ്യമായി നന്ദി പറയുന്നു. ശേഷം നമ്മുടെ ഈ വിഷമങ്ങൾ, ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഇവിടെ ഇത്ര നേരം സശ്രദ്ധം ഈ പരിപാടി വീക്ഷിച്ച, സശ്രദ്ധം ശ്രവിച്ച, വിഷയം ഉൾക്കൊണ്ട എല്ലാ സഹോദരന്മാർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. കൂടാതെ ഇതിൻ്റെ മസ്ജിദുൽ ഫുർഖാന്റെ ഡയറക്ടർ അബ്ദുല്ല ഹമീദ് അവരുടെ
നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഇവിടുത്തെ റഫ സ്പോർട്സ് ക്ലബിൻ്റെ ഡയറക്ടറായ ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഖലീഫ അവർകൾ ഇതിനുവേണ്ടി സാഹചര്യം ഒരുക്കുകയും നമ്മുടെ പ്രവർത്തനത്തിന് വേണ്ടുന്ന എല്ലാവക നിർദ്ദേശങ്ങൾ തരികയും ചെയ്ത ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും, നമ്മുടെ വളണ്ടിയർമാർക്കും, എല്ലാ ജാതി മത ഭേദമന്യേ ഇതിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين وإن عاقبتم فعاقبوا بمثل ما عوقبتم به ولئن صبرتم لهو خير للصابرين واصبر وما صبرك إلا بالله ولا تحزن عليهم ولا تك في ضيق مما يمكرون إن الله مع الذين اتقوا والذين هم محسنون. യുക്തിദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക. ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തൻ്റെ മാർഗം വിട്ട് പിഴച്ചുപോയവരെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനത്രേ. സന്മാർഗം പ്രാപിച്ചവരെപ്പറ്റിയും അവൻ നല്ലവണ്ണം അറിയുന്നവനത്രേ. രാപ്പകലുകളുടെ മാറ്റത്തിലും മനുഷ്യർക്കുപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും ആകാശത്തുനിന്ന് അള്ളാഹു മഴ ചൊരിഞ്ഞു തന്നിട്ട് നിർജീവാവസ്ഥയ്ക്ക് ശേഷം ഭൂമിക്ക് അത് മുഖേന ജീവൻ നൽകിയതിലും ഭൂമിയിൽ എല്ലാതരം ജന്തുവർഗങ്ങളെയും വ്യാപിപ്പിച്ചതിലും കാറ്റുകളുടെ ഗതിക്രമത്തിലും ആകാശഭൂമികൾക്കിടയിലൂടെ നിയന്ത്രിച്ച് നയിക്കപ്പെടുന്ന മേഘത്തിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. തീർച്ച നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു അസ്തിത്വമാണല്ലോ. ആ നാം തന്നെ ആണ് ഇതല്ലാമെങ്കിൽ ഇത് നിർണയിക്കുന്ന മറ്റൊരാൾ ആവശ്യമുണ്ട്.
ആ ഒരാൾ, ആ സൃഷ്ടാവായ തമ്പുരാൻ, ആ സൃഷ്ടാവായ തമ്പുരാൻ, ഞാൻ പറഞ്ഞു ശ്രുതി പ്രാമാണ്യം, അടിസ്ഥാനപരമായി ശ്രുതി പ്രാമാണ്യമുള്ള ശ്രുതികളിൽ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഉപനിഷത്തുകളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ സൂചിപ്പിച്ചില്ല, ആര്യസമാജ സ്ഥാപകനായ ദയാനന്ദ സരസ്വതി ഉപനിഷത്തുക്കളുടെ പ്രാമാണികത്വം നിഷേധിച്ച വ്യക്തിയാണ്. എന്നാൽ വേദദർശനത്തെ അംഗീകരിക്കുന്ന എല്ലാവരും അംഗീകരിക്കുന്നതാണ് ഏത്? ഈ ചതുർവേദ സംഹിതകൾ. നമ്മൾ ഇന്ന് കഷ്ടപ്പെടുന്നതിന് എന്താണ് കാരണമെന്ന് അറിയുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഈ പറയുന്ന വാദത്തിനെ ഖണ്ഡിക്കാൻ പറ്റില്ല. കാരണം പല പല കുറ്റങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ല. ഇവിടെ വരുന്നതിന് മുൻപായിട്ട് ശ്രീ MM അക്ബറുടെ ഒരു കാസറ്റ് ഇതിന്റെ സംഘാടകർ എനിക്ക് തരികയുണ്ടായി. വളരെ നല്ല കാസറ്റായിരുന്നു. അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നതിന് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. വളരെ പാണ്ഡിത്യം ഉൾക്കൊള്ളുന്ന, വാഗ്മിത്വം ഉള്ള മനോഹരമായ 2-3 മണിക്കൂറുകൾ എനിക്ക് ടിവിയുടെ മുമ്പിൽ ചെലവാക്കാൻ പറ്റി. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം, അത് ബഹ്റിനിലോ മറ്റാണെന്ന് തോന്നുന്നുണ്ട്, അവിടെ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ കാസറ്റാണ് കേട്ടത്. അപ്പൊ എന്റെ കുറെയൊക്കെ പോയിന്റുകള് ആ പ്രസംഗം എന്നിലുണ്ടാക്കിയ പ്രതിക്രിയകളാണ് എന്നും കൂടെ പറയേണ്ടിയിരിക്കും. ഈ സിദ്ധാന്തത്തിന് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പ്രൂവ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇതൊക്കെ സിദ്ധാന്തങ്ങളാണ്. അപ്പോ നമ്മൾ പുനർജന്മ സിദ്ധാന്തം എന്നുള്ള സിദ്ധാന്തം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രം. നമ്മളുടെ ഒരുപാട് കഷ്ടതകളും ഒരുപാട് എക്സ്പ്ലനേഷൻസ്, ഈ ഭൂമിയിലുള്ള പലതിന്റെയും ചില എക്സ്പ്ലനേഷൻസ് നൽകുന്നതിനുള്ള ഒരു സിദ്ധാന്തമായിട്ട് ഹിന്ദു മതങ്ങള് സ്വീകരിച്ചിട്ടുള്ള അടിസ്ഥാനമായിട്ടൊരു പ്രമാണമാണിത്. എനിക്ക് അക്ബർ സാറിനോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്. ഹിന്ദു മതത്തിൽ, എന്റെ പേര് രാധാകൃഷ്ണൻ, ചുങ്കത്ര താമസിക്കുന്നു, നിലമ്പൂർ ചുങ്കത്ര. ഹിന്ദു മതത്തിൽ കൃഷ്ണ, ഗുരുവായൂരപ്പ എന്നെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ബഹു ദൈവത്വം ഉണ്ടെന്നാണ് കാഴ്ചപ്പാടിൽ കാണുന്നത്. ഇവിടെ സംസാരിച്ചതും അതുപോലെ തന്നെയാണ്. അതുപോലെ നമ്മുടെ മുസ്ലിം മതത്തിൽ ഔലിയമാരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മതവും തമ്മിൽ എന്താണ് വ്യത്യാസം? സുഹൃത്തിന്റെ ചോദ്യം, ഹിന്ദു മതത്തിൽ പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പോലെ ഇസ്ലാം മതത്തിലും പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്, എന്താ വ്യത്യാസം? സത്യത്തിൽ സുഹൃത്ത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം മതത്തിൽ പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏർപ്പാടില്ല. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞു മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. മുസ്ലിങ്ങൾ ചെയ്യുന്നത് പലപ്പോഴും പലതും ഇസ്ലാമിക വിരുദ്ധമാണ്. അത് വേറെ വശം. ഞാൻ പറഞ്ഞു പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ. ആ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുകയാണ് രക്ഷയുടെ മോക്ഷത്തിന്റെ മാർഗമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ പരിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തിൽ നമുക്ക് സൃഷ്ടാവും പരിപാലകനുമായ പടച്ചതമ്പുരാനോടുള്ള പ്രാർത്ഥന, ആരാധന മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പുരാണങ്ങളിലോ ഭഗവത്ഗീതയിലോ ഹിന്ദുമതം എന്ന സംജ്ഞയില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ നാട്ടിലുണ്ടായ ഒരു മതം എന്ന അർത്ഥത്തിൽ മാത്രമാണ് അത് പ്രയോഗിച്ചത്. അതിനാദ്യകാലത്ത് വേദാന്ത മതമെന്നോ വൈദിക മതമെന്നോ ആണ് പറഞ്ഞിരുന്നത്. വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും വേദങ്ങളെ സാമാന്യേന പ്രമാണമാക്കി അംഗീകരിക്കുകയും ചെയ്തിരുന്ന ഒരു ജീവിത സംവിധാനമാണത്. ആ സംവിധാനത്തിനുള്ളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശൈവമതമെന്നും ശാക്തേയ മതമെന്നും വൈഷ്ണവ മതമെന്നും ഷാൺമുഖ മതമെന്നും സൗരമതമെന്നും ശാങ്കര മതമെന്നും ബൗദ്ധ, ജൈന, സിഖ് മതമെന്നും
നിരവധി വ്യത്യസ്തങ്ങളായ മതങ്ങൾ രൂപം കൊണ്ടിരുന്നു. ഈ പദവുമായി ബന്ധപ്പെടുന്നു ക്രൈസ്തവ ദർശനം, അതേപോലെ തന്നെ ജൂത മതം, യഹൂദ ദർശനം. അത് ഒരു തറവാടുമായി, ഇസ്രായേൽ സമൂഹത്തിൽ ഒരു തറവാടിന്റെ പേരുമായി ബന്ധപ്പെടുന്നു. ഇസ്ലാം എന്ന പദത്തിനർത്ഥം മുഹമ്മദീയ മതമെന്നല്ല. ഇസ്ലാം എന്ന അറബി പദത്തിനർത്ഥം സമർപ്പണമെന്നാണ്, സമാധാനമെന്നാണ്. പല ഋഷിമാർ ഈസാ നബി, മൂസാ നബിയെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇതിനെപ്പറ്റി ഒന്ന് വ്യക്തമാക്കി തന്നാ കൊള്ളാം. ഭാരതത്തിൽ ഋഷിമാരെ പറ്റി പറയുന്നില്ല. അത് വല്ല ഉണ്ടോ എന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നാ കൊള്ളാം. ഞാൻ കുറിച്ചെടുത്ത് എനിക്കും പറയാലോ നാളെ. പിന്നെ കർമ്മസിദ്ധാന്തം. ഈ കർമ്മസിദ്ധാന്തം എന്ന് പറഞ്ഞാല് ഇന്ന് കർമ്മം ചെയ്യുന്നവൻ നാളെ എന്തുണ്ടാവും? 1000 പേരെ കൊന്നു കഴിഞ്ഞാൽ അവന് ശിക്ഷ വേണ്ടേ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷെ ഇന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള നീചത്വങ്ങൾക്ക് എന്താണ്? ഒരാൾ മാത്രം പണക്കാരനായിട്ട് ജനിക്കുന്നു, ഒരാൾ വലിയ കുടുംബത്തിൽ ജനിക്കുന്നു, ഒരാള് വലിയ സുന്ദരനും പ്രഗത്ഭനും പ്രതിഭാശാലിയുമാവുന്നു, വേറൊരാൾ ചെറ്റക്കുടിയിൽ ജീവിക്കുന്നു, അനാഥനായി ജനിക്കുന്നു, കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു, വികലാംഗനാവുന്നു എന്നതിന് ഒരു ന്യായീകരണം ഹിന്ദുമതത്തിലുണ്ട്. അതാണ് പൂർവകർമ്മ സിദ്ധാന്തം. അത് പൂർവകർമ്മങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് അവന്റെ ആ കർമ്മങ്ങൾ അനുഭവിച്ച് തീരുന്നു എന്നൊരു സിദ്ധാന്തം. പിന്നെ അവന്റെ ആ ഇനിയും ഈ കർമ്മങ്ങളുടെ അധികാരി അവനാണ്. പൂർവകർമ്മങ്ങൾ അനുസരിച്ച് മോശമായിട്ട് ഈ ലോകത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഇനിയും കർമ്മങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്, ഇനിയും കർമ്മങ്ങളെ നല്ല രീതിയിൽ ആക്കിക്കൊണ്ട് ഈ ജന്മത്തിൽ തന്നെ അവന്റെ അവശതകൾ മാറ്റി ഉയരാനായിട്ടുള്ള അവസരം. ഈ കർമ്മങ്ങളുടെ മുകളിലുള്ള അധികാരി വാസ്തവത്തിൽ മനുഷ്യനാണ്. എങ്കിൽ മനുഷ്യന് മൃഗവുമായി മറ്റൊരു വ്യത്യാസവും ഉണ്ടാകുമായിരുന്നില്ല. അതിനുള്ള ഒരു പ്രത്യേക ബോധം മനുഷ്യനിൽ അന്തർലീനമായിട്ടുണ്ട്. ആ ബോധത്തെയാണ് ധർമ്മബോധം നമ്മൾ പറയുന്നത്. ആ ധർമ്മബോധത്തെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് ആചാര്യന്മാരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ഭർതൃഹരി ചോദിക്കുന്നു, ആഹാര നിദ്രാ ഭയമൈഥുനം ച സാമാന്യം ഏതത് പശുപിർന്നരാണാം ധർമ്മേണ ധർമ്മോഹിതേഷാം അധികോ വിശേഷ ധർമ്മേണ ഹീന പശുഭിസമാന. ആഹാരം കഴിക്കുക, ഉറങ്ങുക, സ്വവർഗത്തിലുള്ള കുട്ടികൾക്ക് ജന്മം കൊടുക്കുക, ഇതാണല്ലോ ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രവർത്തനം മനുഷ്യനാണെന്ന് പറഞ്ഞ് വചനം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യമായി ചന്തോഗ്യോപനിഷത്തിലാണ് കാണുന്നത്. ചന്തോഗ്യത്തിലെ 5-ാം അധ്യായത്തിലെ 5-ാം മണ്ഡലത്തിലെ 10-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനത്തിൽ എന്നിട്ട് പുനർജന്മ വിശ്വാസം വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പറയുന്നതെന്ന് അറിയാമോ? നമ്മൾ പരിശോധിച്ചാൽ മതി. ഇത് ഞാൻ പറയുന്നത് എങ്ങനെ ഒരു ദൈവിക ദർശനത്തെ പിൽക്കാലഘട്ടത്തിൽ പുരോഹിതന്മാർ കൈകടത്തിക്കൊണ്ട് വികലമാക്കി എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കർമ്മങ്ങൾക്കനുസരിച്ച് ഹീനമായ കർമ്മങ്ങൾ ചെയ്യുന്നവര് വീണ്ടും താഴ്ന്ന യോനികളിൽ ജനിച്ച് വീണ്ടും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ച് അത്തരത്തിലുള്ള ഒരു ജീവിത സംവിധാനത്തെ, അതായത് പുതിയ ജന്മങ്ങൾ ഉണ്ടാവുകയും ആ ജന്മത്തിന്റെ അവസ്ഥയിൽ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നരക സ്വർഗങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ജീവിതാവസ്ഥയായി ചിത്രീകരിക്കുകയാണ് ചെയ്തത്. ശിവപുരാണത്തിൽ തന്നെയുണ്ട്. ശിവപുരാണത്തില് സതീദേവി ശിവൻ ശ്രീരാമചന്ദ്രനെ ബഹുമാനിക്കാനും പൂജിക്കാനുമായിട്ട് പോകുമ്പോ സതീദേവിക്ക് ദേഷ്യമുണ്ടാവും. നിങ്ങളല്ലേ ഏറ്റവും വലിയ ദൈവം, നിങ്ങൾ എന്തിനാ ശ്രീരാമൻ എന്നുള്ള ആ ദൈവത്തിനെ പൂജിക്കാൻ പോകുന്നത്? സൂചിപ്പിച്ചൊരു സത്യമുണ്ട് ഇതിനകത്ത്. അതായത് പലരുടെയും കരവിരുതുകൾ അതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല, യഥാർത്ഥമായ ഹിന്ദു തത്വത്തെയും ധർമ്മത്തെയും വൈദിക ചിന്തയെയും വികൃതപ്പെടുത്തുവാനുള്ള ഒട്ടേറെ പരിശ്രമങ്ങൾ ഇതിനകത്ത് മടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സുവിദിതമാണ്, നിസ്തർക്കമാണ്. ക്വസ്റ്റ്യനാണ്, ഈ പുനർജന്മ സിദ്ധാന്ത പ്രകാരം നന്മ ചെയ്തവർ അടുത്ത ജന്മത്തിൽ നല്ല മനുഷ്യരായിട്ട്, അതായത് ബ്രാഹ്മണരായിട്ടോ അല്ലെങ്കിൽ വൈശ്യരായിട്ടോ ശൂദ്രരായിട്ടോ ഒക്കെ ജനിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഭൂലോകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് ആളുകളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മൊത്തം ജനസംഖ്യയിൽ ഭൂരിഭാഗം പേരും തിന്മയാണ്
തിന്മ കൂടുതൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് ജനറലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ രൂപത്തിൽ നമ്മളെ ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ ജനസംഖ്യ ഇപ്പോൾ പണ്ടുണ്ടായിരുന്നതിൽ നിന്നും നല്ല ആളുകൾ മാത്രമാണ് ജനിച്ചു വരുന്നതെങ്കിൽ മനുഷ്യന്റെ ജനസംഖ്യ കുറഞ്ഞിട്ടും തിന്മ ചെയ്യുന്ന മൃഗങ്ങളും ജന്തുക്കളും പട്ടികളും പൂച്ചകളൊക്കെ ആയിട്ട് വന്നിട്ട് അവരുടെ ജനസംഖ്യ കൂടുകയുമാണ് വേണ്ടത്. എന്നാൽ മനുഷ്യന്റെ ജനസംഖ്യ പണ്ടുണ്ടായിരുന്ന ലക്ഷങ്ങളിൽ നിന്ന് മാറി ഇന്നിപ്പോൾ 600 കോടി 700 കോടിയോളം ആകുകയാണ്. അപ്പോൾ അതിന്റെ ലോജിക്കലായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു വിശദീകരണം നൽകാൻ സാധിക്കുമോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ദേവപിതൃമാനവാദികൾ ഉപാസിക്കുന്നവരും, ഇത് എന്റെ വ്യാഖ്യാനല്ല, ഇത് ഉപനിഷത്തുക്കളെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നതാണ്. മലയാളത്തിൽ തന്നെ എഴുതപ്പെട്ട പരിഭാഷകളിൽ കാണാൻ സാധിക്കും. മാത്രല്ല, ഈ ബഹുദൈവാരാധന ഗണ്ണനും ഭാരതീയ ആധുനിക കാലഘട്ടത്തിലെ ഭാരതീയ ആചാര്യന്മാർ തന്നെ പലരും നടത്തിയിട്ടുള്ളതാണ്. ശക്തമായി വേദസംഹിതകളുടെ അടിസ്ഥാനത്തിൽ ബഹുദൈവാരാധന ശരിയല്ല, തെറ്റാണ്, വൈദികമായി പാടില്ലാത്തതാണ്, ബഹുദൈവാരാധന നടത്തുന്നവർ മൃഗങ്ങൾക്ക് സമാനമാണ് എന്നാണ് ബൃഹദാരണ്യകോപനിഷത്തിലെ 1-ാം അധ്യായത്തിലെ 4-ാം ബ്രാഹ്മണത്തിലെ 10-ാമത്തെ വചനത്തിൽ പറയുന്നത് എന്നുമെല്ലാം സൂചിപ്പിച്ച പണ്ഡിതന്മാർ, ദയാനന്ദ സരസ്വതിയെ പോലെയുള്ള, വാഗ്ഭടാനന്ദ സ്വാമികളെ പോലെയുള്ള പണ്ഡിതന്മാർ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. ഈ 3 ദേവന്മാർക്കും പൂജയുണ്ട്. പിന്നെ ഞാൻ ശ്രീമാൻ അക്ബറെ വളരെയേറെ ശ്ലാഘിക്കുന്നു, അദ്ദേഹത്തിനെ അനുമോദിക്കുന്നു. അദ്ദേഹത്തിനെ പോലെ എനിക്ക് ഉദ്ധരിക്കാൻ പറ്റില്ല. കാരണം എന്റെ ബ്രെയിൻ ആ നിലയ്ക്കല്ല സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന്റെ അർത്ഥം, അതിന്റെ ആശയം എനിക്ക് പറയാൻ പറ്റും. ഈ ഹിരണ്യഗർഭം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഒരു പ്രാഗ്രൂപമാണ്, സൃഷ്ടിയുടെ ഒരു പ്രാഗ്രൂപം മാത്രമാണ്. അല്ലാണ്ട് അത് നിർഗുണ ബ്രഹ്മമല്ല, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്നതായ ഒരു ദൈവീക സങ്കല്പമല്ല ഹിന്ദുക്കളെ സംബന്ധിച്ച് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സ്വീകരിക്കാം എന്ന് പറയുന്നത് തീർച്ചയായും മാനുഷിക കൈകടത്തലാവുകയില്ലേ? കാരണം ഇതര വേദഗ്രന്ഥങ്ങളുടെ പരാമർശങ്ങളിൽ ഇത്തരത്തിൽ ഹിരണ്യഗർഭനെയോ വിശ്വകർമാവിനെയോ പ്രജാപതിയെയോ വിളിച്ചു പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നുണ്ടായിരിക്കെ അതിനപ്പുറം ചെയ്യുന്നത് മൂഢമായ വിശ്വാസമാണെന്നും നരകീയ പാതയാണെന്നും സൂചിപ്പിക്കുക വഴി ഏതു മാനദണ്ഡ പ്രകാരമാണ് ഈ പൂർണ്ണമായ എല്ലാ ആളുകളെയും എല്ലാ ഇഷ്ടദേവന്മാരെ സ്വീകരിക്കാനുള്ള ആശയം സാധൂകരിക്കപ്പെടുന്നത് എന്നാണ് എനിക്ക് ഉത്തരം കിട്ടേണ്ടത്. ഇത്തരം സംവാദങ്ങള് നിങ്ങൾ അത് തയ്യാറായി, ഇതിന്റെ സംഘാടകന്മാർ തയ്യാറായി എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമാണ്. ഹിന്ദു ധർമ്മത്തിനെ പറ്റിയിട്ടും അറിയാനായിട്ടും നിങ്ങളുടെ സ്വന്തം ധർമ്മത്തിനെ പറ്റി മുസ്ലിങ്ങളായിട്ടുള്ള ആളുകള് സ്വയം അറിയുന്നതോടൊപ്പം തന്നെ ഹിന്ദു ധർമ്മത്തെ കൂടി അറിയണമെന്ന ആഗ്രഹം കാണിക്കുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായ ഒരനുഭവമായിട്ട് എനിക്ക് തോന്നി. വാസ്തവത്തില് എനിക്ക് തോന്നുന്നു ഹിന്ദുക്കളും ഇത്തരത്തിലുള്ള സംവാദങ്ങൾ നടത്തണമെന്നാണ്. ഹിന്ദുക്കൾ ഇപ്പം അങ്ങനെ നടത്തുന്നില്ല, ഹിന്ദുക്കളുടെ ഒരു മുൻകൈ എടുത്തിട്ട്. അപ്പോ നിങ്ങളുടെ പക്ഷത്തുനിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടൊരു സംഗതിയാണ്. പിന്നെ ഇത്രയും നേരം ക്ഷമയോടും സഹിഷ്ണുതയോടും കൂടി നിങ്ങൾ കേട്ടു എന്നുള്ളതും വളരെ നിങ്ങളുടെ ഹൃദയവിശാലതയെയും ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള ആഗ്രഹത്തെയും ഒക്കെയാണ് കാണിക്കുന്നത്. ഉത്സാഹം, ഇതൊക്കെ മാതൃകാപരങ്ങളായിരുന്നു, അനുകരണീയങ്ങളായിട്ടുള്ള മാതൃകകളാണ്. ഇവിടെ പലരും വന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും, അതുപോലെ തന്നെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള സംഘാടകന്മാർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞതായിട്ടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഏറ്റവും കൂടുതൽ നന്ദി ഞാൻ പറയുന്നത് അള്ളാഹുവിനോടും അതുപോലെ തന്നെ ഈശ്വരനോടും
വന്ന പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ദൈവവിശ്വാസം, ഏകനായ സൃഷ്ടാവ് മാത്രമേ ആരാധിക്കപ്പെടുവാൻ പാടുള്ളൂ എന്നുള്ള സങ്കല്പം, അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കടന്നു വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ രീതിയിൽ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് ഞാൻ പറഞ്ഞത്. ബഹുദൈവ ആരാധനക്ക് എവിടെയും തെളിവുകൾ ഉണ്ടാകും. ഇപ്പൊ വേദസംഹിതകളിൽ ഇന്ദ്രമിത്ര വരുണാദികളെ 3 ദൈവങ്ങളൊന്നുമല്ല, 33 ദൈവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ദ്രമിത്ര വരുണാദികളെ കുറിച്ചുള്ള പരാമർശം. പക്ഷെ ആ പരാമർശത്തെ തന്നെ ഈ ഏകദൈവവാദികളായ പണ്ഡിതന്മാർ അത് വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ വ്യാഖ്യാനത്തിന്റെ രീതിയെല്ലാം പറയുമ്പോ ലൈറ്റ് അടുത്തത് കത്തു, അതുകൊണ്ട് എനിക്ക് പറയാൻ നിർവാഹമല്ല. പിന്നെ അതുകൊണ്ട് ആ വ്യാഖ്യാനങ്ങൾക്കുമെല്ലാം അപ്പുറത്ത് കൃത്യമായി ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ, ദൈവം ഉണ്ട് എന്ന് മനസ്സിലാക്കാനല്ല, ദൈവം എങ്ങനെയുള്ളവനാണ് എന്ന് അറിയണമെങ്കിൽ ആ പടച്ച തമ്പുരാൻ തന്നെ പഠിപ്പിക്കണം. അതാണ് പ്രവാചകന്മാരിലൂടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഞങ്ങള് ഈ പരിപാടിക്ക് പങ്കെടുക്കാമെന്ന് സമ്മതിക്കുമ്പോഴും ഇതിൽ എത്തിച്ചേരുന്നത് വരെയുമുള്ള ഞങ്ങളുടെ പല പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ കണ്ടത്. ഞങ്ങളും ധരിച്ചത് ഒരു ചെറിയ ഹാളിനകത്ത്, കാരണം ഇത്തരത്തിലുള്ള പല പരിപാടികളും നടത്തുകയും അതിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള ഒരു മനസ്സുമായി മാത്രമാണ് വന്നത്. പക്ഷേ ഇവിടെ തിങ്ങി നിറഞ്ഞ ഒരു സ്റ്റേഡിയം മുഴുവൻ ഇതിനുവേണ്ടി ഇത്ര ഉത്സാഹത്തോടു കൂടി ഇരിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ ഇത് വീണ്ടും വീണ്ടും നടത്തുവാനും വീണ്ടും വീണ്ടും അറിയുവാനും അറിയിക്കുവാനുമുള്ള ഈ അവസരം ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ ചിന്താധാരകളെ പരസ്പരം അറിഞ്ഞ് പരസ്പരം ബഹുമാനിച്ച് മനസ്സിലാക്കുവാനുള്ള വളരെ അപൂർവമായ ഒരു അനുഭവമായിരുന്നു ഇത്. ഇത്തരം വേദികൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. അത്തരം വേദികളുടെ ഇല്ലായ്മയാണ് വാസ്തവത്തിൽ സമൂഹങ്ങൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ, വ്യക്തികൾ തമ്മിൽ പോലും വളരെയേറെ അകൽച്ചകൾ ഉണ്ടാക്കി ആ അകൽച്ചകളിൽ നിന്ന് അസ്വാരസ്യങ്ങളും അതേപോലെ ആവൽക്കരങ്ങളായ പല ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ഉണ്ടാവുന്നത്. അദ്വിതീയ എന്നാൽ അദ്വൈത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചവും പടച്ച തമ്പുരാൻ, ഇവിടെ നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ ഈ പ്രപഞ്ചം നമ്മളെല്ലാം തന്നെയാണ് സൃഷ്ടാവ് എന്നുള്ള സിദ്ധാന്തമാണെങ്കിൽ അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് സത്യത്തിൽ ഭാരതീയ ദർശനത്തിന്റെയും അടിത്തറയല്ല. യഥാർത്ഥത്തിൽ മനുഷ്യന് ആവശ്യമാണ്. കാരണം മനുഷ്യൻ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. നേരത്തെ നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ അന്വേഷണം അവൻ തുടരുകയാണ്. അതേപോലെ തന്നെ അവൻ സ്വതന്ത്ര ചിന്തകനുമാണ്. ആരുടെയും ബന്ധനത്തിലോ ചിന്താപരമായ അടിമത്തത്തിലോ അവൻ ഭൗതികമായി പെടുന്നില്ല. അപ്പോൾ ആ അന്വേഷണത്തിൽ അവന് തൃപ്തികരമായി പൂർണ്ണമായും ഉത്തരം മനസ്സിന്റെ അന്വേഷണങ്ങൾക്ക് ലഭിക്കുന്നത് എവിടെയാണ് എന്ന് അന്വേഷിക്കുമ്പോൾ അതിന് മതങ്ങളുടെയും ദർശനങ്ങളുടെയും വക്താക്കൾ അവന് സത്യം കണ്ടെത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക തന്നെ വേണം. നേരത്തെ ഇവിടെ ചോദിച്ച കൂട്ടത്തിൽ ഒരാൾ കോട്ടയം ജില്ലക്കാരനാണ് എന്ന് പറയുകയുണ്ടായി. നമുക്കറിയാം എത്രമാത്രം ദൂരമുണ്ട് കോട്ടയം ഭാഗത്തേക്ക്. അപ്പോൾ അവിടെ നിന്ന് പോലും ഈ സംഭവം കേട്ടറിഞ്ഞ് അദ്ദേഹത്തിന്റെ സംശയ ദൂരീകരണത്തിനായി അദ്ദേഹം പല ത്യാഗങ്ങളും സഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ മനുഷ്യന്റെ സ്വാഭാവികമായ ആ തേട്ടം, അന്വേഷണം, അതവന് തൃപ്തികരമായ രീതിയിൽ ഫലിപ്പിച്ചു കൊടുക്കുവാൻ ഇത്തരം വേദികൾ ഉപകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വേദികൾ ഇനിയും ആവശ്യമായി വന്നേക്കുകയും ചെയ്യും. ഹിതനാകുവാനും ഈ രൂപത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കാനുമൊക്കെ സന്ദർഭം നൽകിയ സർവേശ്വരനെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ സൗമ്യമായും ഹൃദ്യമായും ഈ പരിപാടി തുടങ്ങി അവസാനിക്കുന്നതിന് സഹകരിച്ച എല്ലാവർക്കും നന്ദിയും പറഞ്ഞുകൊള്ളുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ഹൈന്ദവ പാനലിലുള്ള നമ്മുടെ സഹോദരന്മാർ വളരെ
യുക്തമായ രീതിയിൽ അവരുടെ കാര്യം നിർവഹിച്ചിട്ടുണ്ട്. 1-ാം അധ്യായത്തിൽ മറിയത്തെ ഇമ്രാന്റെ പുത്രിയായിട്ട് പറയുന്നു. അതുപോലെ 19-ാം അധ്യായത്തിൽ ഹാറൂന്റെ സഹോദരിയായിട്ടും പറയുന്നു. ഈ ഹാറൂൻ നബി, മൂസ നബി, ഇവർ ഇമ്രാന്റെ പുത്രന്മാരാണ്. ഇവർക്ക് ഒരു സഹോദരി മറിയം എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. യേശുവിന് 1500 കൊല്ലങ്ങൾക്ക് മുമ്പേ ഇവർ ജീവിച്ചിരുന്നത്. അപ്പോൾ എങ്ങനെ ഇമ്രാന്റെ പുത്രിയായിട്ട് വരും മറിയം എന്നുള്ളതാണ്. ഏത് സമൂഹത്തെയും ചൂഷണത്തിന് വിധേയമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ അവർ മതത്തെയും ചൂഷണത്തിന് വിധേയമാക്കുന്നു. അത് സ്വാഭാവികമാണ് താനും. പലപ്പോഴും ചില സുഹൃത്തുക്കളെല്ലാം ചോദിച്ചിട്ടുണ്ട്, പരിശുദ്ധ ഖുർആൻ അമുസ്ലിങ്ങളെ വെട്ടുവാൻ വേണ്ടി, കൊല്ലുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥമല്ലേ ഇത്? അത് ഇവിടെ നോട്ടീസിൽ സൂചിപ്പിച്ചിരുന്നു. മുമ്പത്തെ സംവാദത്തിൽ പറഞ്ഞത് കൊണ്ടായിരിക്കും ആ വിഷയം പ്രത്യേകിച്ച് എടുത്ത് ചോദിച്ചിട്ടില്ല. ഞാനതിന് വിശദീകരണം നൽകുന്നുമില്ല. കാരണം ആ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ് നമ്മൾ പലപ്പോഴും. ആർക്കെങ്കിലും ആ വിഷയത്തിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സംവദിക്കുകയും ചെയ്യാം. പരിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ ആ സന്ദർഭങ്ങളിൽ വെച്ച് തന്നെ മനസ്സിലാക്കിയാൽ, യുദ്ധരംഗത്ത് അവതരിപ്പിക്കപ്പെട്ട സൂക്തകൾ, ആ യുദ്ധരംഗത്ത് തീർച്ചയായും ഒരു സംഘടന നടക്കുമ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നത് പോലെ, ശ്രീകൃഷ്ണൻ അർജുനനോട് സ്വന്തം പ്രപിതാമഹന്മാരെ അവർക്കെതിരെ യുദ്ധം ചെയ്യുക നിന്റെ കർത്തവ്യപാടി എന്ന് പറയുമ്പോൾ എല്ലാവരും, എല്ലാ ഹിന്ദുക്കളും പ്രപിതാമഹന്മാർക്കെതിരെ യുദ്ധം ചെയ്യലാണ് കർത്തവ്യം എന്നല്ല. മറിച്ച് ആ യുദ്ധത്തിൽ അധർമ്മത്തിന്റെ ഭാഗത്ത് അവരും ധർമ്മത്തിന്റെ ഭാഗത്ത് പാണ്ഡവരും നിലകൊണ്ടപ്പോ ആ ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവന്റെ കടമ അവിടെ കുടുംബ ബന്ധങ്ങളല്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു. ധർമ്മം ഏതായിരുന്നാലും ഞാൻ വിശദീകരിക്കല്ല. വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും ആകാശത്തുനിന്ന് അള്ളാഹു മഴ ചൊരിഞ്ഞു തന്നിട്ട് നിർജീവാവസ്ഥയ്ക്ക് ശേഷം ഭൂമിക്ക് അത് മുഖേന ജീവൻ നൽകിയതിലും ഭൂമിയിൽ എല്ലാതരം ജന്തുവർഗങ്ങളെയും വ്യാപിപ്പിച്ചതിലും കാറ്റുകളുടെ ഗതിക്രമത്തിലും ആകാശഭൂമികൾക്കിടയിലൂടെ നിയന്ത്രിച്ച് നയിക്കപ്പെടുന്ന മേഘത്തിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. തീർച്ച വേണ്ടി